ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1ാമത്തെ പാർട്ടിൽ നമ്മൾ ഈ മഞ്ഞയ്ക്ക് ചുറ്റും വൈറ്റ് ക്രോസ് നിർമ്മിക്കുന്നത് കണ്ടു. എന്നിട്ട് ഈ വൈറ്റ് താഴെ മുഴുവൻ ഫില്ലാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ 1ാമത്തെ ലെയർ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. ഉണ്ടോ, ഇവിടെ ഗ്രീന്, ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ, പിന്നെ ഇവിടെ റെഡ്. ഈ 3 വീഡിയോയും കണ്ടതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ആക്കുക. സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ മുകളിലത്തെ ലെയർ നോക്കുക, ഇവിടെ സെൻറ്റർ പോർഷൻ നോക്കുക. ഈ സെൻറ്റർ പോർഷനിൽ ഇവിടെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഇനി ഇതിൽ യെല്ലോ വരാത്ത ഭാഗം ഏതാണെന്ന് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, പിന്നെ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ല. ഈ യെല്ലോ ഇല്ലാത്ത ഭാഗം പിടിക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഏതാണ് വരുന്നത് ആദ്യം ഇത് മാച്ച് ചെയ്യണം. ഈ സെൻറ്റർ പോർഷൻ ഇത് മാച്ച് ആക്കണം. ഇത് മാച്ച് അല്ല എന്ന് വിചാരിക്കും. ഇതിപ്പോൾ ആണെങ്കിൽ ഈ സെൻറ്റർ പോർഷനും ഇതും മാച്ച് ആക്കണം. റെഡ് ആയതുകൊണ്ട് ഇവിടെയും റെഡ് ആക്കുക. റെഡ് മാച്ച് ചെയ്തു. ഇതിന് മുകളിൽ നീല ആണുള്ളത്, ബ്ലൂ. അപ്പോൾ ഈ നീല ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഉണ്ടാകും. നോക്കൂ, ഇവിടെ ഉണ്ട് നീല. അപ്പോൾ ഇത് ഇടത് ഭാഗത്തായതുകൊണ്ട് ഓപ്പോസിറ്റ് തിരിക്കുക. അതായത് ഈ നീല ഇവിടെ ലെഫ്റ്റ് ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് തിരിക്കുക. അല്ലെങ്കിൽ ഈ നീല ഇവിടെ റൈറ്റ് ഭാഗത്താണെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ നീല ഉള്ളത് ഇടത് ഭാഗത്താണ്. അപ്പോൾ ഇടത്തോട്ട് തിരിക്കുക. ഇടത്തോട്ട് തിരിച്ചിട്ട് ഏത് ഭാഗത്താണ് തിരിച്ചത് അത് മുകളിലേക്ക് തിരിക്കുക. ഈ ഇടത് ഭാഗം മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ടോപ്പ് പോർഷൻ ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് ചെയ്തത് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. ഇപ്പോൾ താഴെ നോക്കുമ്പോൾ ഒരു വൈറ്റ് പോയിട്ടുണ്ടാകും. ഉണ്ടോ, വൈറ്റ് പോയി. അതൊന്നും വിഷയമല്ല, വൈറ്റ് പോകണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ വൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഇതാ ഇവിടെ വൈറ്റ് ഉണ്ട്, കണ്ടോ. ഈ വൈറ്റ് ഇവിടെ മാച്ചാണ്, ഇത് ഓൾറെഡി മാച്ച് ആകും. ഈ വൈറ്റ് ഇവിടെ മാച്ച് ആയാൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ റൈറ്റ് ഭാഗത്തായതുകൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് ഇത് മുകളിലേക്ക് തിരിക്കുക. ചെയ്ത ഭാഗം തിരിച്ച് അതേപോലെ കൊണ്ടുവരിക. ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ ബ്ലൂ വന്ന്, ഇവിടെ റെഡ് വന്ന്, ഇവിടെ ഗ്രീൻ വന്ന്, ഇവിടെ ഓറഞ്ച് വന്ന്. ഇതാ വൈറ്റ് അതേപോലെ തന്നെ വീണ്ടും ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം 2 ലെയർ ഫില്ലായിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് ഫില്ലാവാനുണ്ട്, ഇവിടെയും ഫില്ലാവാനുണ്ട്, ഇവിടെയും ഫില്ലാവാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഇനി ഏതാണ് ഉള്ളത്? മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, ഇവിടെ ചുവപ്പുണ്ട്, പച്ചയുണ്ട്, ഇവിടെ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്, നീലയുണ്ട്. അപ്പോൾ ഇതിൽ മഞ്ഞ ഇല്ലാത്ത ഭാഗം, അതായത് യെല്ലോ ഇല്ലാത്ത ഭാഗം ഏതാണെന്ന് നോക്കുക. ഇതാണ് യെല്ലോ ഇല്ലാത്ത ഭാഗം. ഈ ഭാഗം ഇവിടെ റെഡും ഇവിടെ ഗ്രീനുമാണുള്ളത്. അപ്പോൾ ഈ റെഡ് മുകളിലുള്ളതുകൊണ്ട് ഈ റെഡിൻ്റെ നമുക്ക് ചെയ്യാൻ പാകത്തിൽ ഒന്നുകിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ റെഡ് ഉണ്ടാകും. നോക്കാം, ഇവിടെ റെഡില്ല, ഇവിടെ റെഡില്ല. അപ്പോൾ അതിന് മുന്നേ ഇത് മാച്ചാക്കണം. ഈ സെൻറ്ററും ഇതും മാച്ചാക്കണം. മാച്ചാക്കണമെങ്കിൽ ഇതിങ്ങ് തിരിച്ചാൽ മാച്ചായി. ഉണ്ടോ, സെൻറ്ററും ഈ ടോപ്പും സെൻറ്റർ ഭാഗം മാച്ചായി. എന്നിട്ട് നോക്കുക, ഇവിടെ റെഡ് ഉണ്ട്. റെഡ് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെയോ ഉണ്ടാകും. നോക്കാം, ഇവിടെ ഓറഞ്ചാണുള്ളത്, ഇവിടെ റെഡാണുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇവിടെ റെഡ് ഉള്ളതുകൊണ്ട് ആദ്യം ഇത് മാച്ച് ആക്കിയ ശേഷം മുകളിൽ നോക്കണം. എന്നിട്ട് ഏത് ഭാഗത്താണോ ഈ ടോപ്പ് പോർഷൻ കളർ ഉള്ളത് എന്ന് വെച്ചാൽ ചെയ്യുക.
അപ്പോൾ റെഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് തിരിച്ച ഭാഗം മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇടത്തോട്ട് തിരിക്കുക. ഇത് താഴോട്ട് തിരിച്ച് വയ്ക്കുക. അപ്പോൾ വീണ്ടും വൈറ്റ് പോയിട്ടുണ്ടാകും, പ്രശ്നമില്ല. ഉണ്ടോ, ഇവിടെ വൈറ്റ് പോയി, അതൊന്നും പ്രശ്നമില്ല. അത് നമുക്ക് ചെയ്യാൻ അറിയുന്നതാണ്. ഈ വൈറ്റ് പോയ ഭാഗം നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട്, കണ്ടില്ലേ? എന്താ ഇവിടെ ഈ വൈറ്റ് ഇവിടെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുക. വൈറ്റുള്ള ഭാഗം മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ടോപ്പ് ഭാഗം ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് വൈറ്റ് താഴേക്ക് കൊണ്ടുവരിക. ഉണ്ടോ, ഇപ്പോൾ ഇവിടെ വൈറ്റ് വീണ്ടും ഫില്ലായി. ഇവിടെ ഈ 2 ലെയർ ഫില്ലായി. ഇവിടെ ഒന്നുകൂടി ഫില്ലാവാനുണ്ട്. ഇവിടെയും ഫില്ലായി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പിന് ആവർത്തിച്ചാൽ മതി. ഇവിടെ യെല്ലോ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. 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 അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്ത ഭാഗം ഏതാണെന്ന് നോക്കണം. ഇവിടെ യെല്ലോ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് പഠിക്കണം. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യെല്ലോ ഉള്ളൊരു ഭാഗം, മാച്ചാവാത്ത ഭാഗം പിടിക്കുക. എന്നിട്ട് ഇടത് ഭാഗം മുകളിലേക്ക് കറക്കുക. വലത് ഭാഗം ഇങ്ങോട്ട് കറക്കുക. ഇടത് ഭാഗം താഴോട്ട് കറക്കുക. ഉണ്ടോ, അപ്പോൾ ഇവിടെ ഒരു മാച്ചായിട്ടുണ്ട്. ഇവിടെ വൈറ്റ്, ഇവിടെ ഗ്രീന്, ഇവിടെ മാച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. നോക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് പോയിട്ടുണ്ട്, പ്രശ്നമില്ല, ശരിയാകും. അപ്പോൾ ഇവിടെ വൈറ്റ് വന്നുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം കണ്ട പോലെ തന്നെ ഈ വൈറ്റ് ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ഇത് ടോപ്പ് പോർഷൻ മുകളിലേക്ക് കറക്കുക. വൈറ്റ് ഇങ്ങോട്ട് വയ്ക്കുക, താഴേക്ക് കറക്കുക. ഉണ്ടോ, ഇപ്പോൾ ഇവിടെ വൈറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി ഇവിടെ റെഡ് ഈ ഭാഗം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം മുകളിൽ. ഇവിടെ യെല്ലോ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. ഇവിടെ യെല്ലോ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. ഇവിടെ യെല്ലോ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ യെല്ലോ ഇല്ലാത്ത ഭാഗം ഇതാണ്. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ റെഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ റെഡ് മാച്ച് ആക്കണം. റെഡ് മാച്ചാക്കി. എന്നിട്ട് ടോപ്പ് പോർഷൻ ഏതാണുള്ളത്? ടോപ്പ് പോർഷൻ ഗ്രീന്. ഗ്രീൻ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും. ഇവിടെ ഉണ്ട് ഗ്രീന്. അപ്പോൾ ആ ഗ്രീന് വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് ടോപ്പ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക. കണ്ടോ, ഇപ്പോൾ വൈറ്റ് പോയി, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ വൈറ്റ് നമുക്ക് റെഡിയാക്കാം. വൈറ്റ് പോയാലും നമുക്ക് ചെയ്യാൻ റെഡിയായിട്ട് ഇവിടെ ഉണ്ടാകും. ഉണ്ടോ, മാച്ചായിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പോയാലും ഇവിടെ വൈറ്റ് ഉള്ളത് കൊണ്ട് ഈ ഭാഗം റെഡ് ഉള്ളത് കൊണ്ട് മാച്ച് ആയതുകൊണ്ട് ഇത് അടുത്ത ഭാഗത്തായതുകൊണ്ട് ഇത് അടുത്തോട്ട് തിരിക്കുക. എന്നിട്ട് ടോപ്പ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക. ഇത് വലത്തോട്ട് തിരിക്കുക. ചെയ്ത ഭാഗം താഴോട്ട് തിരിച്ച് വയ്ക്കുക. ഉണ്ടോ, ഇപ്പോൾ ഇവിടെ വൈറ്റ് ഫില്ലായിട്ടുണ്ട്. റെഡ് ഓൾറെഡി ഫില്ലാണ്, ഓറഞ്ച് ഫില്ലാണ്. ഇനി മുകളിൽ നോക്കുക. മുകളിൽ ഇവിടെ യെല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. യെല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. യെല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. യെല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മാച്ച് ആവാത്ത ഭാഗം പിടിക്കുക. മാച്ച് ആവാത്ത ഭാഗം പിടിച്ചു. എന്നിട്ട് ഇടത്തോട്ട് തിരിക്കുക. ഇത് വലത്തോട്ട് തിരിക്കുക. ഇത് താഴോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ചോപ്പ് സെൻറ്ററിൽ വന്നു. ഇവിടെ വൈറ്റും വന്നു. താഴെ വൈറ്റ് പോയിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ വൈറ്റ് വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. തിരിക്കുക. ഇതിങ്ങോട്ട് തിരിക്കുക. ഇങ്ങോട്ട് തിരിക്കുക. ഇങ്ങോട്ട് തിരിക്കുക. ഉണ്ടോ, ഇപ്പോൾ വൈറ്റ് പോയ വൈറ്റ് അതേപോലെ തിരിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ നമുക്ക് ചെയ്യാൻ ഭാഗത്തിൽ ഒരു റെഡും ഒരു ബ്ലൂവും വന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മാച്ച് ചെയ്തു. ഇവിടെ റെഡ് ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെയോ റെഡ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ റെഡ് ഇവിടെയുണ്ട്. റെഡ് ഇവിടെ ഉള്ളതുകൊണ്ട്
ഓപ്പോസിറ്റ് തിരിക്കുക. തിരിച്ച ഭാഗം മുകളിലേക്ക് തിരിക്കുക. വീണ്ടും ഇടത്തോട്ട് തിരിക്കുക. വീണ്ടും ചെയ്ത ഭാഗം താഴേക്ക് തന്നെ വയ്ക്കുക. അപ്പോൾ വീണ്ടും റെഡ് പോയിട്ടുണ്ടാകും. വൈറ്റ് പോയി ഇതാ. പക്ഷെ വൈറ്റ് പോയാലും ഇവിടെ മാച്ചായിട്ട് ചെയ്യാൻ ഭാഗത്തിലുണ്ട്. ആ സ്റ്റെപ്പ് വീണ്ടും ആവർത്തിക്കുക. ഇടത്തോട്ട് തിരിക്കുക. മുകളിലേക്ക് തിരിക്കുക. ഇങ്ങോട്ട് തിരിക്കുക. താഴേക്ക് വയ്ക്കുക. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ വൈറ്റ് പോയത് ഫില്ലായി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പ് തന്നെ ആവർത്തിച്ചാൽ മതി. ഇതാ കണ്ടോ, ആ സ്റ്റെപ്പ് തന്നെ നമ്മൾ ആവർത്തിച്ചാൽ ഇതേപോലെ നമുക്ക് ഈ സെക്കൻഡ് ലെയർ, അതായത് മിഡിൽ ലെയർ നമുക്ക് മാച്ചാക്കാൻ പറ്റുക. ഇവിടെ മാച്ചായി, ഇവിടെ ഫസ്റ്റ് ലെയർ മാച്ചായി, സെക്കൻഡ് ലെയർ മാച്ചായി. ഇവിടെ സെയിം കളറിന് വന്നു, ഗ്രീനും വന്നു. ഇവിടെ ഓറഞ്ചും വന്നു. ഇവിടെ ബ്ലൂവും വന്നു. അപ്പോൾ ഇത്രയും ഭാഗം നന്നായി ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് ഭാഗം എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.